ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പഠിച്ച് അതിൻ്റെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്കിനി അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2 വർഷങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. 98ഉം 99ലേക്കും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അസറ്റ്സും ലയബിലിറ്റീസുമായിട്ട് നമുക്ക് ഐറ്റംസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു? ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അതിൽ ഐറ്റംസിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഇക്വിറ്റി ഷെയറും തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയറും തന്നിട്ടുണ്ട്. യാതൊരു വ്യത്യാസവും. ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെയാണ് എന്തിൻ്റെയും പ്രിഫറൻസ് ഷെയറിൻ്റെയും അക്കൗണ്ട് വരയ്ക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ജനറൽ റിസർവ് നമ്മൾ സാധാരണ സെക്കൻഡ് സ്റ്റെപ്പിലാണ്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും സെക്കൻഡ് സ്റ്റെപ്പിൽ. ജനറൽ റിസർവ് നമ്മൾ എന്താ ചെയ്യാറ്? തേർഡ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ യൂസ് ചെയ്യണം. P&L അക്കൗണ്ട് തേർഡ് സ്റ്റെപ്പിൽ. ഡിബഞ്ചേഴ്സിന് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. പിന്നെയുള്ളത് ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതിലെ ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കറണ്ട് ലയബിലിറ്റി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റി എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞിട്ടില്ലെങ്കിലും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ത് തന്നെയാണ്? കറണ്ട് ലയബിലിറ്റി തന്നെയാണ്. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും. ഇനി ക്വസ്റ്റ്യനിൽ നോക്കുക, അതിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അതിന് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊന്നും പറയാത്തത് കൊണ്ട് നമുക്കത് എന്തായിട്ട് എടുക്കാം? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇന്നലെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടോ ക്വസ്റ്റ്യനിൽ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിലൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലയബിലിറ്റീസ് ഐറ്റംസ് വരുന്നത്. അസറ്റ് സൈഡിൽ എന്താണ്? ഫിക്സഡ് അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത ഉള്ളത്. ഇതിൻ്റെ ഫിക്സഡ് അസറ്റും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് തന്നിട്ടുണ്ട്. അത് ലെസ് ചെയ്തിട്ടാണ് എമൗണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റും അക്കൗണ്ടും വരയ്ക്കണം, അതുപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ നോക്കണം. അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറ്റ് കോസ്റ്റിലാണെങ്കിലും മറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിലും രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. നമ്മൾ 2 അക്കൗണ്ടുകൾ വരയ്ക്കണം. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും വരയ്ക്കണം, അതുപോലെ ഡിപ്രീസിയേഷൻ വരയ്ക്കണം എന്നൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ദെൻ ബാക്കിയുള്ളതൊക്കെ ഇനി കറണ്ട് അസറ്റ്സുകളാണ്. ഡെപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസും ഉണ്ട്, ക്യാഷും ഉണ്ട്. അങ്ങനെ 4 ഐറ്റമാണുള്ളത്. അത് നമുക്ക് എവിടെ ആവശ്യം? ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ആവശ്യം. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത്. നമ്മളോട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഏതാണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരിക. അതിൽ എന്ന് എഴുതാം. ആദ്യം എഴുതേണ്ടത് കറണ്ട് അസറ്റ്സ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് 4 കറണ്ട് അസറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അത് 4ഉം എഴുതാം. ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസും ക്യാഷും. അതിൻ്റെ എമൗണ്ടുകൾ തെറ്റിക്കാതെ എഴുതാം. 4 എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യാം. അങ്ങനെ നമുക്ക് 98ലത്തെ കറണ്ട് അസറ്റ്സ് ആയിട്ട് ടോട്ടലായിട്ട് 51,500 കിട്ടും. 99ലത്തെ 63,000 കിട്ടും. അത് അവിടെ വയ്ക്കുക. ദെൻ അടുത്ത് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ട് എന്തെന്ന് എഴുതണം? കറണ്ട് ലയബിലിറ്റി എന്ന് എഴുതാം. ഇതിൽ മെയിനായിട്ടും 4 കറണ്ട് ലയബിലിറ്റികളാണുള്ളത്. പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും ഒക്കെ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. കാരണം പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയാത്തത് കൊണ്ട്. അപ്പോൾ അത് 4ഉം എഴുതി എമൗണ്ടുകളും തെറ്റിക്കാതെ എഴുതുക. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 32,500 ആണ് അതിൻ്റെ 98ലത്തെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കിട്ടുക. അപ്പുറത്ത് 27,800 99ലത്തെയും കറണ്ട് ലയബിലിറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും ടോട്ടൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യാം. 98ലത്തെ കറണ്ട് അസറ്റായ 51,500ൽ നിന്ന് കറണ്ട് ലയബിലിറ്റി എമൗണ്ട് ആയ 32,500 ലെസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 19,000 ആണ് നമുക്ക് 98ലത്തെ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. ദെൻ 99ലത്തെ കറണ്ട് അസറ്റായ 63,000ൽ നിന്ന് ആ വർഷത്തെ കറണ്ട് ലയബിലിറ്റി ആയ 27,800 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 32,500 35,200 നമുക്ക് കിട്ടും. 35,200 ആണ് നമുക്ക് 99ലത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 19,000 എന്നുള്ളത് 35,200 ആയിട്ടത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതണം? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് എഴുതിയിട്ട് ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കുക. 35,200ൽ നിന്ന് 19,000 ലെസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 16,200 കിട്ടും. അപ്പോൾ നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 16,200 കിട്ടി. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതിയതുകൊണ്ട് അപ്പുറത്ത് എന്തെന്ന് എഴുതണം? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലാണ് നമ്മൾ ഈ എമൗണ്ട് ആയ 16,200 എഴുതേണ്ടത്. ഓക്കെ.
അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് ഇനി നമുക്ക് മുകളിലത്തെ കമ്പയർ ചെയ്യാം. കറണ്ട് അസറ്റുകളും വർക്കിംഗ് ക്യാപിറ്റലും കമ്പയർ ചെയ്യാം. ഡെപ്റ്റേഴ്സ് 20,000 എന്നുള്ളത് 24,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയത് കൊണ്ട് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലെ 4,000 എന്ന് എഴുതി. ദെൻ സ്റ്റോക്ക് 30,000 എന്നുള്ളത് 35,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 5,000 എഴുതി. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് 300 എന്നുള്ളത് 500 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ ഡിഫറൻസ് എമൗണ്ട് ആയ 200 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി. ദെൻ ക്യാഷ് 1,200 എന്നുള്ളത് 3,500 ആയിട്ട് കൂടി. ഡിഫറൻസ് എമൗണ്ട് 2,300 കറണ്ട് അസറ്റ് ആയതുകൊണ്ട് കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കറണ്ട് അസറ്റുകളുടെ കമ്പാരിസൺ വരുന്നത്. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റി നോക്കാം. ക്രെഡിറ്റേഴ്സ് എന്തുണ്ടായി? 12,000 എന്നുള്ളത് 11,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 1,000 എന്ന് എഴുതി. അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആണ്. 3,000 എന്നുള്ളത് 4,200 ആയിട്ട് കൂടി. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 1,200 എഴുതണം. ദെൻ അടുത്ത പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. 5,000 എന്നുള്ളത് 5,800 ആയിട്ട് കൂടി. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 800 എഴുതുക. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 12,500 എന്നുള്ളത് 6,800 ആയിട്ട് കുറഞ്ഞു. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിലെ ഡിഫറൻസ് എമൗണ്ട് ആയ 5,700 എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയത്. എമൗണ്ട് എത്രയാണ്? 16,200. ആ 16,200 നമ്മൾ എവിടെ എഴുതേണ്ടതായിട്ട് വരും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ അപ്ലിക്കേഷൻ സൈഡിലാണ് നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ 16,200 എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പ്രകാരം നമുക്ക് നോൺ കറണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കണം. ആദ്യം എടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഇക്വിറ്റി ഷെയറിൻ്റെ അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയറിൻ്റെയും അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ലയബിലിറ്റി ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും എഴുതണം. അപ്പോൾ നോക്കുമ്പോൾ അതിന് എന്തില്ല? ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ബാലൻസ് മാത്രമല്ലോ. അപ്പോൾ അത് ഏത് സൈഡിൽ ഏതാ? ക്ലോസിംഗ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ആയ 10,000 റുപ്പീസ് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി അതിന് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ നമുക്കത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ എവിടെ വന്നു? ക്രെഡിറ്റ് സൈഡിൽ വന്നു. ലയബിലിറ്റികൾക്ക് ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലയബിലിറ്റി കൂടി. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലയബിലിറ്റി കൂടുന്ന എപ്പോഴായിരിക്കും? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ആ എമൗണ്ടിൻ്റെ നേരെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എഴുതുക. എമൗണ്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 10,000 എഴുതി. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആ വർഷം നമ്മൾ എത്ര എക്സ്ട്രാ ആയിട്ട് 10,000 റുപ്പീസിൻ്റെ വെറുത്തുള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇത് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സസ് ഓഫ് ഫണ്ടിൽ നമ്മുടെ കമ്പനിയിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 10,000 റുപ്പീസ് കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരയ്ക്കുക. നേരത്തെ പോലെ തന്നെ ലയബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും എഴുതണം. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 40,000 ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000 എഴുതുക. ക്ലോസിംഗ് ബാലൻസ് 40,000 ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000 എന്ന് എഴുതുക. ഇനി അതിന് റിലേറ്റഡ് വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ ടാലി ചെയ്ത് പോയി ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതിൽ ഈ വർഷം പുതുതായിട്ട് ഏതെങ്കിലും ഷെയർസ് ഇഷ്യൂ ചെയ്യലോ അല്ലെങ്കിൽ റിഡംഷനോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ബാലൻസിങ് ഫിഗറുകളൊന്നുമില്ല. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിൽ നിന്ന് ഒന്നും പോസ്റ്റ് ചെയ്യാനില്ല, കാരണം ബാലൻസിങ് ഫിഗർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരില്ല. ഓക്കെ, അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരിക ജനറൽ റിസർവ്. നമുക്ക് ഈ സ്റ്റെപ്പിലല്ല, തേർഡ് സ്റ്റെപ്പിലാണ്. അപ്പോൾ ഇപ്പം ചെയ്യേണ്ട P&L അക്കൗണ്ടും തേർഡ് സ്റ്റെപ്പിലേക്ക് ആവശ്യമുള്ളതാണ്. അടുത്ത് നമുക്ക് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഡിബഞ്ചേഴ്സ് ഒരു നോൺ കറണ്ട് അക്കൗണ്ടാണ്. അതിൻ്റെ അക്കൗണ്ട് വരയ്ക്കണം. ലയബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ്? 6,000 റുപ്പീസാണ്. അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്നത് 7,000 റുപ്പീസാണ്. അത് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 7,000 എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തരാത്തത് കൊണ്ട് നമുക്കത് ടോട്ടൽ ചെയ്യാം. ബാലൻസിങ് ഫിഗർ ഏത് സൈഡിൽ വന്നു?
ക്രെഡിറ്റ് സൈഡിൽ വന്നു. ലൈബിലിറ്റികൾക്ക് ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലൈബിലിറ്റി കൂടിയിട്ടുണ്ടാകും. ഡിബഞ്ചേഴ്സ് എങ്ങനെ കൂടുക? പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ലൈബിലിറ്റി നമ്മൾക്ക് കൂടുക. അപ്പോൾ നമ്മൾ കറണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ ആയിട്ട് 1000 rupees അവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ 1000 രൂപ വെറുത്തുള്ള പുതിയ ഡിബഞ്ചേഴ്സ് ആ വർഷം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എവിടെ കാണിക്കണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുക. സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 1000 rupees നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ലൈബിലിറ്റി സൈഡിലത്തെ എല്ലാ ഐറ്റംസും കഴിഞ്ഞു. ബാക്കിയൊക്കെ ഇനി കറണ്ട് ലൈബിലിറ്റി ആണ്. അതൊക്കെ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് നോക്കാം. അവിടെ എന്തുണ്ട്? ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്തും വന്നിട്ടുണ്ട്? ഡിപ്രീസിയേഷനും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഡിപ്രീസിയേഷൻ ലൈബിലിറ്റി സൈഡിൽ തരും, ചിലപ്പോൾ അത് ഇതുപോലെ അസറ്റിൽ നിന്ന് ലെസ് ചെയ്തിട്ടാവും തരിക. ഏതായാലും അത് എന്ത് തന്നെയാണ്? നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പഠിച്ചോണം, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ തന്നെയാണ്. ആ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും ആവശ്യം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക എവിടെയാണ് ചിലപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ലൈബിലിറ്റി സൈഡിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 അക്കൗണ്ടുകൾ വരയ്ക്കണം. ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും വരയ്ക്കണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അറ്റ് എ ടൈം 2 അക്കൗണ്ടുകൾ വരയ്ക്കാം. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടും അതുപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അടുത്ത സ്ലൈഡിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫിക്സഡ് അസറ്റ് നോക്കാം. ഫിക്സഡ് അസറ്റിൽ നമ്മൾ എന്താണ്? ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ട്. അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും വരും, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും വരും. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? അസറ്റിൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 41,000 ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 41,000 എന്ന് എഴുതുക. ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്നത് 40,000 ആണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 40,000 ക്രെഡിറ്റ് സൈഡിലും എഴുതി. ഇനി ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ ഇതിൽ വിറ്റതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അന്ന് പഠിക്കുമ്പോൾ പിന്നെ സെയിൽ നടക്കണം. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇവിടെ പ്രത്യേകിച്ച് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തരാത്തത് കൊണ്ട് നമുക്ക് ഇനി അത് ക്ലോസ് ചെയ്യാം. ബാലൻസ് ഫിഗർ കണ്ടുപിടിക്കുക. ബാലൻസ് ഫിഗർ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അസറ്റുകൾക്ക് ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കുറഞ്ഞു. കാരണം എല്ലാ അസറ്റിനും ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ എല്ലാ അസറ്റിനും എന്ത് ബാലൻസ് ആണുള്ളത്? ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വന്നതെന്ന് വെച്ചാലാണ് ആ അസറ്റ് കൂടുക, ക്രെഡിറ്റ് സൈഡിലാണ് വന്നതെന്ന് വെച്ചാൽ ആ അസറ്റ് കുറഞ്ഞു. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വന്നതുകൊണ്ട് അസറ്റ് കുറഞ്ഞു. ഒരു അസറ്റ് എങ്ങനെയാണ് കുറയുക? സെയിൽ നടത്തുമ്പോൾ. അപ്പോൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 1000 rupees ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ അതാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക. ഈ എമൗണ്ട് നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം? നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെയിൽ നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് വരും. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 1000 rupees നമ്മളവിടെ കാണിക്കണം. ഓക്കെ, അടുത്തത് വരയ്ക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എഴുതിയാലും മതി. അതെന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. ഇവിടെ ലെസ് ചെയ്യാൻ ഡിപ്പർ സൈഡിൽ വന്നാൽ അസറ്റ് സൈഡാണ് കിടക്കുന്നത്, പക്ഷേ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലൈബിലിറ്റി ആണ്. അപ്പോൾ അതിന് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എങ്ങനെയാണ് വരിക? ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരിക. അത് തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ലൈബിലിറ്റി സാധാരണ ലൈബിലിറ്റികൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയ 11,000 ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്ലോസിംഗ് ബാലൻസ് ആയ 15,000 ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടും എഴുതി. ഇനി അതിന് വേറെ ഞാൻ നേരത്തെ പറഞ്ഞോണം ആ ഫിക്സഡ് അസറ്റിൻ്റെ സെയിൽസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ ഏത് സൈഡിൽ വന്നു? ക്രെഡിറ്റ് സൈഡിൽ വന്നു. ക്രെഡിറ്റ് സൈഡിൽ വന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പുതുതായിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസിങ് ഫിഗർ 4,000 rupees അവിടെ കാണിക്കണം. കാരണം ലൈബിലിറ്റി കൂടി. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ലൈബിലിറ്റികൾക്ക് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ലൈബിലിറ്റി കൂടി. എപ്പോഴാണ് ആ ലൈബിലിറ്റി കൂടുക? നമ്മൾ പുതുതായിട്ട് ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലൈബിലിറ്റി കൂടുന്നത്. അപ്പോൾ ബാലൻസിങ് ഫിഗർ ഇതിൽ വരും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 4,000 rupees നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മുടെ ബാലൻസിങ് ഫിഗറായിട്ട് കാണിക്കണം.
ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കാണിക്കും? നമ്മൾ സാധാരണ എല്ലാ ഐറ്റംസും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് വരയ്ക്കുക. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഏത് ടേം ഉപയോഗിക്കാറില്ല? ഡിപ്രീസിയേഷൻ ഉപയോഗിക്കാറില്ല. അതേസമയം നമ്മൾ ഡിപ്രീസിയേഷൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഏതാണ്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എത്ര കാണിക്കണം? നമ്മൾ ഈ 4000 റുപ്പീസ് കാണിക്കണം. അതൊരു ചെറിയൊരു ഡീവിയേഷനുള്ള ഒരു പ്രോബ്ലമാണ്. ഡിപ്രീസിയേഷൻ്റെ ബാലൻസിങ് ഫിഗർ ഒരിക്കലും ഏതിൽ വരില്ല? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരാറില്ല. അത് കാണിക്കേണ്ടത് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കണം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് എന്ത് വേണം? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ കണ്ടുപിടിക്കണം. P&L അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കിട്ടും. ആദ്യത്തേത് 1000 എന്നുള്ളത് 1200 ആയിട്ട് കൂടി, അതായത് 200 റുപ്പീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ എഴുതാം നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 200 റുപ്പീസ് എഴുതാം. പിന്നെ നമുക്ക് ഇനി എന്തൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണുള്ളത് നോക്കുക. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഐറ്റം എടുക്കാതെ കിടന്നിട്ടുണ്ടായിരുന്നു, ജനറൽ റിസർവ്. നമ്മൾ സാധാരണ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ സ്റ്റെപ്പിലാണ്. അപ്പോൾ അത് നോക്കുക. ജനറൽ റിസർവ് ആദ്യത്തെ കൊല്ലം 2000, രണ്ടാമത്തെ കൊല്ലം 2000. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതായത് ജനറൽ റിസർവിൽ മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം പുതിയൊരു എമൗണ്ട് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞ ഐറ്റം അവിടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു ഐറ്റം അവിടെ വരേണ്ട ആവശ്യമില്ല. അതേസമയം ഇപ്പോൾ 2000 ആദ്യത്തെ കൊല്ലം, അടുത്ത കൊല്ലം 2000-നേക്കാൾ കൂടിയൊരു എമൗണ്ട് 3000-ഓ 4000 എങ്ങനെ വന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് എഴുതണമായിരുന്നു? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ഇവിടെ എഴുതേണ്ടി വരുമായിരുന്നു. അത് വരാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൻ്റെ ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇനിയുള്ള ഒരു ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ബാലൻസ് ഫിഗർ ഡിപ്രീസിയേഷൻ കിട്ടിയിരുന്നു. നമ്മൾ സാധാരണ എല്ലാ സ്റ്റെപ്പിലത്തെയും അക്കൗണ്ടുകൾ വരച്ചിട്ട് റിസൾട്ട് കൊണ്ടുപോകാറ് എവിടേക്കാണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ്. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകേണ്ട സ്ഥലം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അല്ല. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസിങ് ഫിഗർ കൊണ്ടുപോകേണ്ടത് എവിടേക്കാണ്? കറണ്ട് ഇയർ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോഴാണ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല. അപ്പോൾ അതിവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് എഴുതണം. എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ എഴുതാം ആഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബാലൻസിങ് ഫിഗർ എമൗണ്ട് ആയ 4000 എഴുതാം. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ബാക്കി എല്ലാതും നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുക. ഇന്നർ കോളം ടോട്ടൽ ചെയ്ത് പുറത്തേക്ക് എടുത്ത് എഴുതുക. 4000 പുറത്തേക്ക് എടുത്ത് എഴുതി അങ്ങനത്തെ ടോട്ടൽ ചെയ്യുക. 4200 ആണ് നമ്മൾ എന്തായിട്ട് കിട്ടുക? ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടുക. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ് നമ്മൾ ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ സോഴ്സസിൻ്റെ അണ്ടറിൽ എഴുതേണ്ടത് 4200. ഓക്കെ, അപ്പോൾ ഇതിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകം നോക്കണം. അതുപോലെ ജനറൽ റിസർവ്, എന്തുകൊണ്ടാണ് ജനറൽ റിസർവ് ഒരു പിക്ചറിലേക്ക് വരാത്തെന്നുള്ളത്? കാരണം വ്യത്യാസം ഉണ്ടായിട്ടില്ല, അപ്പോൾ ചേഞ്ച് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ഒരിക്കലും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്. സോഴ്സസ് ഓഫ് ഫണ്ടും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടെന്നും എഴുതാം. നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം ഓരോന്നോരോന്നായിട്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടിയത്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 16,200 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുതാം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 16,200 എഴുതി. ദെൻ അടുത്തത് എന്താണ് നമുക്ക് കിട്ടിയിരുന്നത്? അടുത്ത് നമ്മൾ വരച്ചത് പ്രിഫറൻസ് ഷെയർ ആയിരുന്നു. പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് ആയിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു. അതിൽ നമുക്ക് റിസൾട്ട് കിട്ടിയത് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് കിട്ടിയിരുന്നത്. ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് വരുന്നു. അപ്പോൾ സോഴ്സസിൻ്റെ അണ്ടറിൽ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയ 10,000 എഴുതി. പിന്നെ നമ്മൾ വരച്ചത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു. അതിൽ പ്രത്യേകിച്ച് ബാലൻസിങ് ഫിഗർ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കും വരുന്നില്ല. അപ്പോൾ അതൊന്നും എഴുതണ്ട. ദെൻ പിന്നെ നമ്മൾ വരച്ചത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. നമ്മൾ പുതിയ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് വരുന്നത് കൊണ്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1000 റുപ്പീസ് കാണിക്കാം. ദെൻ നമ്മൾ വരച്ചത് എന്തായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ ബാലൻസ് ഫിഗർ വന്നത് എന്തായിരുന്നു? സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആയിരുന്നു. സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. അപ്പോൾ സെയിൽ ഓഫ്
ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് സോഴ്സസിൻ്റെ അണ്ടറിൽ 1000 rupees എഴുതി. പിന്നെ നമ്മൾ വരച്ച ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആയിരുന്നു. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നടത്തണ്ട. ദെൻ നമ്മൾ കണ്ടുപിടിച്ചത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരുന്നു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് 4200 കിട്ടിയിരുന്നു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണിക്കേണ്ടത് എവിടെയാണ്? സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എഴുതാം. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത എല്ലാ അക്കൗണ്ടുകളിലെയും റിസൾട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും എത്ര കിട്ടും? 16,200 നമുക്ക് കിട്ടി. നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടാലിയാക്കാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു ഐറ്റം മാത്രമുള്ളൂ. ഒന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇക്വിറ്റി ഷെയർ ചെയ്യുന്ന പോലെ തന്നെ, അതിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രിഫറൻസ് ഷെയറിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് വരച്ചിട്ട് വേണം കാൽക്കുലേഷൻ നടത്താനായിട്ട്. ബാലൻസിങ് ഫിഗറുകൾ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അല്ല വരിക, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോഴായിരിക്കും അവിടെയായിരിക്കും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. ആ ഒരു പ്രത്യേകത മാത്രമേ ഈ പ്രോബ്ലത്തിനുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം, ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 4000. അതായത് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ആൻസർ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ട? അതിന് വീണ്ടും ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ തന്നതുകൊണ്ട് അതങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ദെൻ അടുത്ത എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ. അതായത് ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നേക്കാളും മുമ്പത്തെ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കുന്നു 10,750. അത് വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അതായത് നമുക്ക് സാധാരണ വരുന്ന നെറ്റ് പ്രോഫിറ്റുകളൊക്കെ എല്ലാ എക്സ്പെൻസസും ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട എമൗണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10,750 എന്ന് പറഞ്ഞതിൽ ബാക്കി എല്ലാ എക്സ്പെൻസും ലെസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് മാത്രം ലെസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതിനെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് ഗുഡ് വില്ലാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് 1,750. ഡിപ്രീസിയേഷൻ നമ്മൾ സാധാരണ എവിടെ ചെയ്യാറ്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോഴാണ്. അപ്പോൾ അവിടുത്തെ എടുക്കേണ്ട ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ തന്നിട്ടുണ്ട്. അത് വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ അന്ന് പറഞ്ഞത് ഡിവിഡൻഡ് ഫോർ ദി പ്രീവിയസ് ഇയർ ആണ് ഈ വർഷത്തെ ഡിവിഡൻഡായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ വർഷത്തെ ഡിവിഡൻഡ് ഈ വർഷത്തെ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടിയും പറഞ്ഞു തരാം. രണ്ട് ഡിവിഡൻഡ് ഉണ്ട്. ഒന്ന് കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡും ഒന്ന് ഈ വർഷത്തെ ഡിവിഡൻഡും. കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡാണ് തന്നിരുന്നത് വെച്ചാൽ ആ ഡിവിഡൻഡ് ഈ വർഷത്തെ ഡിവിഡൻഡായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഈ വർഷത്തെ ഡിവിഡൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആണ്. കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? നമ്മൾ ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് എവിടെയാണ് വരിക? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഒന്നുകൂടിയും പറഞ്ഞു തരാം. രണ്ട് തരത്തിലുള്ള ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയറും ഉണ്ട്, കറണ്ട് ഇയർ ഡിവിഡൻഡും ഉണ്ട്. ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഡിവിഡൻഡ് ഓഫ് ദി കറണ്ട് ഇയർ ആണ് ഈ വർഷത്തെ പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആണ്. ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിട്ടാണ്? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ് കാണിക്കേണ്ടത്. അതേസമയം പ്രൊപ്പോസ് ഡിവിഡൻഡ് ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും? ഇതിവിടെ തേർഡ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അത് നമുക്ക് വേറെ ക്വസ്റ്റിൽ പറയാം, അതിവിടെ വരുന്നില്ല. അപ്പോൾ തൽക്കാലം അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഡിവിഡൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ നമ്മൾ എവിടെ കാണിക്കണം? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് കാണിക്കണം. എന്തായിട്ടാണ് കാണിക്കേണ്ടത്? ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ദെൻ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എവിടെ വരെ? സാധാരണ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പ്ലസ് അതിന് വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്തിട്ടില്ല? ഗുഡ് വിൽ ലെസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ കാണുമ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റിൽ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഈ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എമൗണ്ട് ലെസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടേ നമ്മൾ അതിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സ്പെൻസുകളും ലെസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ അതിൽ നിന്ന് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് നമ്മൾ
ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഷെയർസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്. ഷെയർസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എവിടെ വരിക? സാധാരണ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ എവിടെ എഴുതാറ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സസ് ആയിട്ടാണ് എഴുതാറ്. കാരണം ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ഫ്ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെവിടെ എഴുതണം? നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ എഴുതണം. ദെൻ പർച്ചേസ് ഓഫ് മെഷീനറി. പർച്ചേസ് ഓഫ് അസറ്റുകളൊക്കെ നമ്മൾ എവിടെ എഴുതാറ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെ? അപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതേണ്ടത്. കാരണം നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിലെ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പും അവർ നേരിട്ട് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആദ്യം തന്നെ തന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട്. അതുപോലെ ഈ ഷെയർസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്, അതുപോലെ പർച്ചേസ് ഓഫ് മെഷീനറി, അതൊക്കെ എന്തിനാണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ നോൺ കറണ്ട് അക്കൗണ്ടുകളും സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഐറ്റംസ് ആയിരുന്നു. ഇത് ഈ പ്രോബ്ലത്തിൽ അതൊക്കെ നേരിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ടും 2 സ്റ്റെപ്പാണ് ചെയ്യേണ്ട ആവശ്യമുള്ള, തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പും. കാരണം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒന്നും തന്നിട്ടില്ല, അല്ലാണ്ട് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ കൂടുതൽ വേറെ തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ലാസ്റ്റ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒക്കെത്തിനും റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കലാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഗുഡ് വിൽ ലെസ് ചെയ്യാത്ത എമൗണ്ട് ആണ്. ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുഡ് വിൽ അതിൽ നിന്ന് ലെസ് ചെയ്യണം. എന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ആദ്യം എഴുതാം, കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അതിൻ്റെ താഴത്തെ എഴുതാം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ 10,750. ദെൻ ലെസ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 5,000 ആണ്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,750 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റമാണ്. ഇതുപോലെ എന്തെങ്കിലും എക്സ്പെൻസസ് ലെസ് ചെയ്യാണ്ട് ഏതെങ്കിലും ഐറ്റംസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്തിട്ട് എല്ലാ എക്സ്പെൻസസും ലെസ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടേ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 10,750 അല്ല, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 5,750 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമായ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാം. അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് ആയ 5,750 ആണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യനിലത്തെ എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, 5,750 ഉപയോഗിക്കാം. ദെൻ ഇനി നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതാം ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ആദ്യം എന്താണ്? ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഉണ്ട്, അത് നമ്മൾ എഴുതണം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 1,750. ദെൻ പിന്നെ അടുത്ത് എന്താണ്? ഡിവിഡൻഡ് ഫോർ ദി പ്രീവിയസ് ഇയർ. ഞാൻ എന്താ പറഞ്ഞത്? ഡിവിഡൻഡ് പെയ്ഡ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആണ്. അത് നമ്മൾ അപ്ലിക്കേഷൻ സൈഡിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എഴുതേണ്ടത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആണ്. നമ്മൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 5,000 എഴുതി. ഇഷ്യൂ ഷെയർസും അതുപോലെ പർച്ചേസ് ഓഫ് മെഷീനറി ഒക്കെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണ് വരെ ഇവിടെ വരുന്നില്ല. അപ്പോൾ ആകെ 2 ഐറ്റംസ് ആണ് നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇൻകത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ 2 എക്സ്പെൻസസും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,750 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. ദെൻ ഔട്ടർ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 12,500 ആണ് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പ് പ്രകാരമുള്ള ഫിഗേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഞാൻ പിന്നെയും പറഞ്ഞു, ആകെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള. ബാക്കി 2 സ്റ്റെപ്പിൽസിൻ്റെയും റിസൾട്ടുകൾ ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചില ഡീറ്റെയിൽസൊക്കെ ക്വസ്റ്റ്യനിൽ നിന്നാണ് കിട്ടുക, കാരണം നമ്മൾ പ്രത്യേകിച്ച് അക്കൗണ്ടുകളൊന്നും വരയ്ക്കാത്തത് കൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരമായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിവിടെ തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എടുത്ത് എഴുതാം. ഇൻക്രീസ് ആയി നമ്മൾ ഏത് സൈഡിൽ എഴുതേണ്ടത്? അപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ എഴുതാം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് 4,000.
പിന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് പ്രകാരം നോൺ കറണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കുമ്പോഴത്തെ ഐറ്റംസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി നോക്കുക. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ഡിപ്രീസിയേഷൻ എടുത്തു കഴിഞ്ഞു, ഡിവിഡൻഡ് എടുത്തു കഴിഞ്ഞു. ഡിവിഡൻഡ് പേഡ് നമ്മൾ ഇനി ഇവിടെ അപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ അതെവിടെ എഴുതുക? ഡിവിഡൻഡ് ഫോർ ദി പ്രീവിയസ് ഇയർ ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് ആയിട്ട് വരിക. അപ്പോൾ ഡിവിഡൻഡ് പേഡ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിലാണ് എഴുതേണ്ടത്. ഡിവിഡൻഡ് പേഡ് എന്ന് പറഞ്ഞിട്ട് 3500 അപ്ലിക്കേഷൻ സൈഡിൽ എഴുതി. ദെൻ അടുത്ത ഗുഡ് വിൽ റിട്ടേൺ ഓഫ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഷെയർസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്, നമുക്ക് ക്യാഷ് വന്നു. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് വന്നു. അപ്പോൾ എവിടെയാണ്? സോഴ്സസിൻ്റെ അണ്ടറിലാണ് വരിക. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ്? 5000 rupees എഴുതി. അടുത്ത പർച്ചേസ് ഓഫ് മെഷീനറി, കമ്പനി മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതണം? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യനിലത്തെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആകെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ള ഏത് സ്റ്റെപ്പാണ്? മൂന്നാമത്തെ സ്റ്റെപ്പായ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചു. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് സോഴ്സസിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് ആയ 12,500 എഴുതി. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്വസ്റ്റ്യനിലത്തെ എല്ലാതും എടുത്തു കഴിഞ്ഞു. അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച ഐറ്റംസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വേറെ ഒന്നും വരാനില്ല. ടോട്ടൽ ചെയ്ത് നോക്കുക. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17,500 രണ്ട് സൈഡിലും കിട്ടി. നമുക്ക് ടാലി ആക്കാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഓരോ എല്ലാ സ്റ്റെപ്പിലത്തെയും ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതല്ല. കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തരും. ഇല്ലാത്ത ഡീറ്റെയിൽസ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് തൊട്ടേ അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അവസാനം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്തു. ഓക്കെ, താങ്ക് യു.